Hello children, myself Prasad from IMAT Maths Tuition Center. നമ്മൾ ഈ ട്രിഗ്നോമെട്രിയിൽ ചില ആംഗിൾസ് ഉണ്ട്, ലൈക്ക് 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. ഇതിൻ്റെ ട്രിഗ്നോമെട്രിക് വാല്യൂസ് നമ്മൾ കാണാറുണ്ട്. ലൈക്ക് sin 0 ഡിഗ്രി, sin 0 ഡിഗ്രി നമ്മൾ പറയും sin 0 ഡിഗ്രിയുടെ വാല്യൂ 0 ആണെന്ന് പറയും. cos 0 ഡിഗ്രിയുടെ വാല്യൂ 1 ആണെന്ന് പറയും. ഇതിൻ്റെ പ്രൂഫ് എന്താ? എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ വാല്യൂ 0 എന്നും cos 0 ഡിഗ്രിയുടെ വാല്യൂ 1 എന്നൊക്കെ പറയുന്നത്? നമ്മൾ can you imagine a triangle with 0 degree as one of its angle? No, it's absurd there. അപ്പോൾ what is the proof for saying that sin 0 degree is 0, cos 0 degree is 1, and what about the other angles? അതെങ്ങനെയാണ് ഇതിൻ്റെ പ്രൂഫ് വരുന്നതെന്ന് നോക്കാം. നോക്കൂ, അതിന് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് വെച്ചാൽ ജസ്റ്റ് take the coordinate axis, x-axisum, y-axisum എടുക്കുക, and you draw a circle of radius 1 with center at the origin. You take a unit circle എന്ന് പറയും. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ a circle of radius 1 unit. അപ്പോൾ ഇത് 1 unit radius ആണെങ്കിൽ ഈ പറയുന്ന പോയിന്റ്, this is the radius of the circle, ഈ പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് 1,0 അല്ലേ? ഈ പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഇതും റേഡിയസ് അല്ലേ? ദ പോയിന്റ് ദിസ് വിൽ ബി 0,1, ദിസ് വൺ വിൽ ബി -1,0, ദിസ് വൺ വിൽ ബി ഇസ് ഇറ്റ് 0,-1 അല്ലേ? അപ്പോൾ ഈ 4 പോയിന്റ്സ് നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ നോക്കിക്കേ, നമ്മൾ എങ്ങനെയാണ് ഈ ഓരോ ആംഗിൾസിൻ്റെയും ട്രിഗ്നോമെട്രിക് വാല്യൂസ് പറയുന്നത്. അപ്പം ഈ 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ, വെൻ യു സേ 0 ഡിഗ്രി, ഇറ്റ് ഇസ് ദിസ് ലൈൻ, ദിസ് ഇസ് 0 ഡിഗ്രി ലൈൻ, this is 90 degree line, this is 180 degree line, ഇത് 270 degree line, കറങ്ങി വരുമ്പോൾ വീണ്ടും ഇത് 360 degree line ആകുന്നു. Hope you understood. അപ്പം let me take a point on this circle, and normally നമ്മൾ ആ പോയിന്റിനെ x, y ആയിട്ടല്ലേ എടുക്കുന്നത്. അപ്പം ഞാൻ ഈ സെൻറ്ററും ഈ പോയിന്റും കൂടെ ജോയിൻ ചെയ്യുന്നു. I drop a perpendicular to the x axis, taking this angle as a theta. Okay? Now you just see this figure. ഇത് x ആണ്, ഇത് y ആണ്. അതുകൊണ്ടാണല്ലോ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് x, y ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഫിഗർ നോക്കിയിട്ട് പറഞ്ഞേ, വാട്ട് ഇസ് cos theta? Cos theta will be equal to adjacent side by hypotenuse. ഇത് റേഡിയസ് ആയതുകൊണ്ട് let me take it as r, and you know r is 1. So what is cos theta? Cos theta will be x by 1, which is x. What about sin theta? Sin theta will be opposite side by hypotenuse, അതായത് y by 1, which is y അല്ലേ? Okay, now just here, imagine this point is moving around the circle. As this point moves around the circle, you will get the values corresponding to these angles. നമുക്ക് നോക്കാം. ഈ പോയിന്റ് x, y എക്സ് ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുമ്പോൾ, ഈ പോയിന്റ് x, y എക്സ് ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ അപ്പോൾ 0 ഡിഗ്രി അല്ലേ? അപ്പോൾ ഈ പറയുന്ന പോയിന്റ് എക്സ് ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ പോയിന്റിനെ x, y ആയിട്ടല്ലേ എടുത്തിരിക്കുന്നത്. എക്സ് ആരാ? കോസ് തീറ്റ. y ആരാ? സൈൻ തീറ്റ. സോ നൗ യു ക്യാൻ സേ ദിസ് പോയിന്റ് ഇസ് കോസ് തീറ്റ, സൈൻ തീറ്റ. And now when this point comes and coincides with this point which is on the x-axis, അവിടെ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ 0 ഡിഗ്രി ആകും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ പറയുന്ന പോയിന്റ് നമ്മൾ കോസിലും സൈനിലും പറയുകയാണെങ്കിൽ this point is actually cos 0 ഡിഗ്രി, സൈൻ 0 ഡിഗ്രി. ഇനി cos 0 ഡിഗ്രിയുടെ വാല്യൂ ഇതേണ്ട, sin 0 ഡിഗ്രിയുടെ വാല്യൂ കണ്ടോ? So therefore you can say cos 0 degree value is 1 and sin 0 degree value is 0. ഈ പറയുന്ന പോയിന്റിന്റെ x coordinate will give you the value of cos and y coordinate will give you the value of sin. And since the angle is 0 here, so the value is cos 0 equal to 1 and the sin value is sin 0 is 0. ഇനി ഈ പറയുന്ന പോയിന്റ് ഇവിടെ വന്ന് y ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുമ്പോൾ, y ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുമ്പോൾ എന്നിട്ട് ഈ പറയുന്നത് ആരായി മാറുകയാണെന്നറിയാമോ? ഈ ആംഗിൾ, ഈ പോയിന്റ് x, y ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി അല്ലേ? അപ്പോൾ ഈ പറയുന്ന പോയിന്റ് നമുക്ക് എങ്ങനെ പറയാം? ദിസ് വിൽ ബി ഈക്വൽ ടു cos 90 ഡിഗ്രി, സൈൻ 90 ഡിഗ്രി.
അപ്പോൾ നമുക്ക് cos 90യുടെ വാല്യൂ കിട്ടുന്നു. cos 90 ഡിഗ്രിയുടെ വാല്യൂ ദാണ്ട് ഈ കാണുന്ന x കോർഡിനേറ്റ് ഓഫ് ഇറ്റ് വിച്ച് ഇസ് 0 ആൻഡ് sin 90 ഡിഗ്രിയുടെ വാല്യൂ വിച്ച് ഇസ് ദ y കോർഡിനേറ്റ് ഓഫ് ഇറ്റ് വിച്ച് ഇസ് 1. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? Imagine this point is again rotating and coming and coinciding with this particular point which is on the negative side of the x-axis. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും ആംഗിളാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഈ പോയിന്റിനെ നമ്മൾ കോസിലും സൈനിലും പറയുകയാണെങ്കിൽ ദിസ് പോയിന്റ് വിൽ ബി cos 180 ഡിഗ്രി സൈൻ ഓഫ് 180 ഡിഗ്രി. അതാണ് ഈ പറഞ്ഞ വാല്യൂസ് അതിൻ്റെ. So what is the value of cos of 180 degree? Cos of 180 degree is -1 and sin of 180 degree, the value is 0. Did you understand this? What about this particular point? നമ്മൾ ഈ കറങ്ങി ഇങ്ങനെ എത്തുമ്പോഴത്തേക്ക് ഈ പോയിന്റ് കറങ്ങി ഇവിടെ എത്തുമ്പോഴത്തേക്ക് an angle has been traced. എത്ര ആംഗിൾ ട്രേസ് ചെയ്തിരിക്കുന്നത്? 270 degree. So this point is cos of 270 degree, sin of 270 degree. So therefore, what will you say? Cos 270 degree, the value is 0, and sin of 270 degree, the value is -1. തിരിച്ച് കറങ്ങി ഈ പോയിന്റ് വീണ്ടും ഇവിടെ എത്തുമ്പോഴത്തേക്ക് 1 ഫുൾ റെവല്യൂഷൻ ആകുന്നു. അപ്പോൾ ഈ പോയിന്റ് എന്തായി മാറുന്നു? ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഇൻ ടേംസ് ഓഫ് കോസ് ആൻഡ് സൈൻ വിൽ ബി cos 360 degree, sin of 360 degree. So let me ask you, what is the value of cos 360 degree? It is the x coordinate which is 1. And what is the value of sin 360 degree? It is the y coordinate which is 0. Hope you understood how do you find the values for these standard angles. Thank you children.